ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓളെന്ന് തന്നെ പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു മണത്തിനും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാറ്റർ പെട്ടെന്ന് തന്നെ ലൂസായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അരിപ്പൊടി മുന്നേ ചേർക്കാം, ഞാനത് ചേർക്കാനായിട്ട് വിട്ടു പോയതാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്കിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ സവാള കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള സവാളയും ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ സവാള ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവ് തോന്നണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയിരുന്നു. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇനി ഇതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററിയിൽ നിന്ന് ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ, അത് ഇങ്ങോട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടിഭാഗം മുകൾ ഭാഗവും നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ സവാള ഒന്ന് കുക്കാവണം കേട്ടോ. ഇതല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അതുകൊണ്ട് ഒരുപാട് സമയത്ത് അങ്ങനെ സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ സവാള ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂലേക്കോ സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഫുള്ളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും 2 സവാള എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു സ്പെഷ്യൽ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒരെണ്ണം ഫുള്ളായിട്ടും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് നടുകീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. അപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചമ്മന്തിയിൽ പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതെ, ഈ ഒരു പരുവത്തിന് വേണം ഇത് ഇരിക്കാനായിട്ട്. ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് നമ്മുടെ സവാള ബജി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്കൊക്കെ പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.